നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആരുമില്ലാത്തവരുടെയും ഒറ്റപ്പെട്ടു പോകുന്നവരുടെയും നിരാലംബരുടെയും നിസ്സഹായരുടെയും ഒക്കെ കണ്ണുകളിലെ ദൈന്യത കാണുന്നവരും കൂടെ പിറന്നില്ലെങ്കിലും കൂടെ പിറപ്പെന്ന് തോന്നിപ്പിക്കുന്നവരുമുണ്ട്. അവരൊന്നും ഒന്നും പ്രതീക്ഷിച്ച് നിൽക്കുന്നവരല്ല. കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവരൊന്നും കണക്ക് കൂട്ടി നിൽക്കാറുമില്ല. കാരുണ്യ വഴികളിലൂടെ സഞ്ചരിച്ച സിനിമയിലെ ചില വ്യക്തികളുടെ സൽപ്രവർത്തികളും അവർ നേരിടേണ്ടി വന്ന ചില തിക്താനുഭവങ്ങളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം. വിവാദ വിഷയങ്ങളെടുത്ത് വീഡിയോ ചെയ്താൽ അതിന് വ്യൂവേഴ്സ് കൂടുതലായിരിക്കും, അത് വൈറലാവുകയും ചെയ്യും. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാകുമ്പോൾ അതിന് വ്യൂവേഴ്സ് വളരെ കൂടുതലായിരിക്കും. ഒരു യൂട്യൂബറെ സംബന്ധിച്ച് വ്യൂവേഴ്സിനെ കൂട്ടുന്നതിനായിരിക്കും ശ്രദ്ധയും പ്രാധാന്യവും നൽകുക. എന്നാൽ സമൂഹത്തിൽ യാതൊരു വിവാദങ്ങളും സൃഷ്ടിക്കാതെ അവകാശവാദങ്ങൾ ഒന്നുമേ ഇല്ലാതെ ധാരാളം നന്മ പ്രവർത്തികൾ ചെയ്യുന്നവരുമുണ്ട്. അവരെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്താൽ വിവാദ വിഷയങ്ങളെ അപേക്ഷിച്ച് വ്യൂവേഴ്സ് കുറവായിരിക്കും. എന്നാൽ ഒരു യൂട്യൂബർ എന്ന നിലയിൽ, സാമൂഹ്യ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ആളെന്ന നിലയിൽ, നന്മ വഴികളെ കുറിച്ചും നന്മ ചെയ്യുന്നവരെ കുറിച്ചും നിരാലംബരായവരെ കുറിച്ചും നിസ്സഹായരായവരെ കുറിച്ചും വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുമുണ്ട്. സിനിമയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടികൾ ആസ്തിയുള്ളവർ ചെറിയൊരു സഹായം ആർക്കെങ്കിലും ചെയ്താൽ അത് വലിയൊരു വാർത്തയായി കൊട്ടിഘോഷിക്കാറുണ്ട്. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്നുകൊണ്ട് സഹായം ചെയ്യുന്നവരെ ആരും അറിയാറുമില്ല, അതൊന്നും വാർത്തയാകാറുമില്ല. സിനിമയിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ, ജീവിതം കരിപ്പിടിപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന ചില ആർട്ടിസ്റ്റുകൾ വേദനിക്കുന്ന, കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന സൽപ്രവർത്തികൾ കാണുമ്പോൾ അവരെ സമൂഹം അറിയേണ്ടതല്ലേ? അവരുടെ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? നടിമാരുടെ കൂട്ടത്തിൽ നിന്നുള്ള സീമാജി നായർ ചെയ്യുന്ന നന്മ നിറഞ്ഞ പ്രവർത്തികളും സ്വാന്തനമേകുന്ന ഒറ്റയാൾ പോരാട്ടവും എങ്ങനെ വിസ്മരിക്കാനാകും? ഒരുപാട് കഷ്ടപ്പെടുന്ന ജീവിതങ്ങൾക്ക് സഹായമേകി സ്വാന്തനം പകർന്ന് കണ്ണീരൊപ്പിയിട്ടുള്ളവരാണവർ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരെ കല്ലെറിയുന്നവർ ഒന്നോർക്കുക. നമുക്ക് ചിലപ്പോൾ ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സമയം കൊണ്ടും സാന്നിധ്യം കൊണ്ടും സാമ്പത്തികം കൊണ്ടും മറ്റുള്ളവരുടെ വേദന കാണുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന സീമാജി നായരെ പോലുള്ള സുമനസ്സുകളെ വേദനിപ്പിക്കാതിരിക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഇന്ന് ക്യാൻസർ എന്ന മഹാമാരി പിടിപെട്ട് ശാരീരികമായും മാനസികമായും വേദന അനുഭവിക്കുന്ന ഒരു സെലിബ്രിറ്റിയാണല്ലോ രേണു സുധി. അവരുടെ അവസ്ഥ കേട്ടറിഞ്ഞ് അവർക്ക് സ്വാന്തനമേകാൻ സീമാജി നായർ ചെന്നിരുന്നു. അവരെ കണ്ടതിന് ശേഷം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് വലിയ വാർത്തയുമായി. രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണെന്നും അവർ വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും രേണുവിന് വേദന നൽകുന്ന ഒന്നും ഉണ്ടാകരുതെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പൊതുസമൂഹത്തോട് സീമാജി നായർ അഭ്യർത്ഥിച്ചു. അപ്പോഴേക്കും അവരുടെ നേരെ ചിലർ പതിവ് പോലെ ചാടി വീണു. അടുത്ത പിരിവിനുള്ള മാർഗമാണെന്ന ആക്ഷേപമാണ് ചിലരൊക്കെ ഉന്നയിച്ചത്. രേണുവിന്റെ പേര് പറഞ്ഞ് സീമാജി നായർ പിരിവെടുക്കാനുള്ള തയ്യാറെടുപ്പായിട്ടാണ് ചിലർ ഇതിനെ കണ്ടത്. രേണു സുധി തന്റെ ചികിത്സയുടെ ആവശ്യത്തിനായി ആരോടും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ സായി കൃഷ്ണ, ലക്ഷ്മി നക്ഷത്ര തുടങ്ങിയവർ സാമ്പത്തികമായി അവരെ സഹായിച്ചതായും അറിയുന്നുണ്ട്. അത് വ്യക്തിപരമായ അടുപ്പവും ബന്ധവും ഒക്കെ വെച്ച് അവർ ചെയ്തിട്ടുള്ളതുമാണ്. ഇനി രേണു സുധിക്ക് ചികിത്സയ്ക്കായി സാമ്പത്തിക സഹായം ആവശ്യമായി വന്നാൽ സീമാജി നായർ അവരെ സഹായിക്കണമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ അതെങ്ങനെ തെറ്റാകും? അങ്ങനെ സഹായിക്കാൻ തയ്യാറാകുന്നവർ ചെയ്യുന്ന സഹായം രേണുവിന്റെ അക്കൗണ്ടിലാണ് എത്തുക, അല്ലാതെ സീമാജി നായരുടെ അക്കൗണ്ടിലേക്കല്ല പണം എത്തുക എന്നുകൂടി മനസ്സിലാക്കുക. സീമാജി നായർ പലർക്കും വേണ്ടി കൈനീട്ടി യാചിക്കാറുണ്ട്. അങ്ങനെ ക്യാൻസർ രോഗികളായ പലർക്കും സഹായം എത്തിച്ചിട്ടുമുണ്ട്. അവരൊന്നും ഇന്ന് വരെ സീമാജി നായരെ തള്ളിപ്പറഞ്ഞിട്ടുമില്ല. വീടില്ലാതെ കഷ്ടപ്പെടുന്ന പലർക്കും സീമാജി നായരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സുമനസ്സുകൾ വീടുകളും മറ്റും വെച്ചു കൊടുത്തിട്ടുമുണ്ട്. അത്തരം സഹായം തങ്ങൾക്ക് ലഭിക്കാൻ കാരണക്കാരിയായ സീമാജി നായരെ നന്ദിയോടെ അവർ സ്മരിക്കുന്നതും നാം കേട്ടിട്ടുണ്ട്. മലയാള സിനിമാ നടന്മാരിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ സുരേഷ് ഗോപിയാണെന്ന് നിസ്സംശയം പറയാം. സിനിമയിലുള്ള പല ഉന്നതന്മാരും സുരേഷ് ഗോപിയെ അവഹേളിച്ച് സംസാരിച്ചിരുന്നപ്പോൾ, മോശമായി ചിത്രീകരിച്ചപ്പോൾ ഞാൻ അതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത് അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ, നന്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. എന്റെ അറിവിൽ, എന്റെ ബോധ്യത്തിൽ ഇന്ന് വലിയ നിലയിലെത്തിയ പലരുടെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സറിഞ്ഞും കൈയയഞ്ഞും അദ്ദേഹം സഹായിച്ചിട്ടുണ്ടെന്നുള്ള സത്യം ഞാൻ അന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഏഷ്യാനെറ്റിലെ ഒരു അഭിമുഖത്തിനിടയിൽ പറയുകയുണ്ടായി, ഞാൻ പലരെയും
പല വിധത്തിലും സഹായിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അവരാരും പുറത്തു പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. അവരുടെ ഭാഗത്ത് നിന്നും പലവിധ വിഷമങ്ങളും എനിക്ക് നേരിടേണ്ടതായും വന്നിട്ടുണ്ട്. എന്നാൽ എന്റെ ഒരു സഹായവും കൈപ്പറ്റിയിട്ടില്ലാത്ത, ഒരു സഹായവും ഞാൻ ചെയ്തിട്ടില്ലാത്ത ആലപ്പി അഷ്റഫിക്ക എന്റെ നന്മകളെ കുറിച്ച് പറയുകയുണ്ടായി. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നന്മ ചെയ്തവരെ കുറിച്ചും നല്ല മനസ്സുള്ളവരെ കുറിച്ചും നമ്മൾ പറയണമെന്ന്. നന്മ ചെയ്യുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും സുരേഷ് ഗോപിക്ക് ഒരു രാഷ്ട്രീയത്തിന്റെയും ആവശ്യമുണ്ടായിരുന്നില്ല. രാഷ്ട്രീയത്തിൽ വന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിന് കോട്ടം സംഭവിക്കുകയും ചെയ്തു. ഇതൊരു പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിലും നാടറിയുന്ന ഒരു സത്യമാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നല്ല മനസ്സിന്റെ ഉടമയാണെങ്കിലും നാക്ക് പിഴവ് മൂലം അദ്ദേഹത്തിന്റെ ഇമേജിന് പലപ്പോഴും കോട്ടം തട്ടിയിട്ടുമുണ്ട്. രാഷ്ട്രീയവും മന്ത്രിസ്ഥാനവും ഒന്നും അദ്ദേഹത്തിന് വഴങ്ങില്ല എന്ന് തോന്നിയത് കൊണ്ടാകാം തനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട, സിനിമ തന്നെയാണ് തന്റെ തട്ടകമെന്ന് തിരിച്ചറിഞ്ഞ് അത് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നതെന്ന് തോന്നുന്നു. ഇനി നല്ലൊരു മനസ്സിന്റെ ഉടമയായ സാധാരണക്കാരനായ ഒരു നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അന്യന്റെ സങ്കടവും ദുഃഖവും കണ്ട് മനസ്സലിഞ്ഞ് സ്വന്തം കിടപ്പാടം പോലും വിറ്റ് മറ്റൊരാളെ സഹായിച്ച വലിയൊരു മനസ്സിന്റെ ഉടമയാണ് സാജൻ നവോദയ എന്ന പാഷാണം ഷാജി. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു നടൻ ചെയ്യുന്നത് ഇതാദ്യമായാണ്. നമ്മളിൽ പലർക്കും അന്യരെ സഹായിക്കാൻ തോന്നുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. ഇതിൽ നിന്നൊക്കെ പാഷാണം ഷാജി വേറിട്ട് നിൽക്കുന്നു എന്നതിന് ഒരൊറ്റ സംഭവം തന്നെ ധാരാളമാണ്. 15 വർഷം വാടക വീട്ടിൽ താമസിച്ചതിന് ശേഷമാണ് സാജൻ നവോദയ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. ആ വീട് വിറ്റ് മറ്റൊരാൾക്ക് വീട് വെച്ചു കൊടുത്തു എന്ന് പറയുന്നിടത്താണ് സാജുവിന്റെ ആ മനസ്സും മനുഷ്യത്വവും ഒക്കെ നാം തിരിച്ചറിയേണ്ടത്. ഒരു നേരത്തെ മരുന്ന് വാങ്ങിത്തരണമെന്ന അഭ്യർത്ഥനയുമായി ഒരു ക്യാൻസർ രോഗി വിളിച്ചപ്പോൾ പാഷാണം ഷാജിയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ആ വീട്ടിൽ ചെന്നതാണ്. ആരോ ഉപേക്ഷിച്ച ഫ്ലക്സ് മേൽക്കൂരയാക്കിയ ആ വീടിനുള്ളിൽ നിലത്ത് ഫ്ലക്സ് വിരിച്ചാണ് ആ രോഗി കിടന്നിരുന്നത്. അതേക്കുറിച്ച് സാജു പറയുന്നത്, ഞങ്ങൾ ഒരു കട്ടിൽ വാങ്ങി കൊടുക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ വഴിമധ്യേ ഭാര്യ പറയുന്നു, നമുക്ക് അവർക്കൊരു ചെറിയ വീട് വെച്ചു കൊടുക്കാമെന്ന്. അവരങ്ങനെ പറയാനുള്ള കാരണം +1-നും +2-നും പഠിക്കുന്ന 2 പെൺമക്കളാണ് ആ കെട്ടുറപ്പില്ലാത്ത വീട്ടിൽ താമസിച്ചിരുന്നത്. അവരുടെ സുരക്ഷിതത്വമാണ് സാജന്റെ ഭാര്യ ഓർത്തത്. ആ വീട്ടിലാകട്ടെ ഒരു ബാത്റൂം പോലുമില്ല. പുലർച്ചയ്ക്ക് 3 മണിക്കും 4 മണിക്കുമൊക്കെ എഴുന്നേറ്റ് പറമ്പിൽ പോയാണ് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത്. അവരുടെ ഈ അവസ്ഥ സാജുവിന്റെ ഭാര്യയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. അങ്ങനെയാണ് സാജുവിനോട് അദ്ദേഹത്തിന്റെ ഭാര്യ അവർക്കൊരു വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുന്നത്. ഭാര്യയുടെ ആ തീരുമാനം സാജു സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. സാധാരണ രീതിയിൽ 2 പേരുടെയും മനസ്സ് ഒരേപോലെ ആവുക എന്നത് അപൂർവമാണ്. ഇവിടെ അവർ നിർമ്മിച്ചു നൽകിയ ഭവനം എന്ന് പറയുന്നത് 2 ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളും കിച്ചൺ, വർക്ക് ഏരിയ, ഹാള് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു വീടായിരുന്നു. ഈ ഭവന നിർമ്മാണത്തിന് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ വീടിന്റെ നിർമ്മാണ ചിലവിലേക്ക് അത് പൂർത്തീകരിക്കുവാൻ തന്റെ കേറിക്കിടക്കാടം വിറ്റു എന്നതാണ്. എന്നിട്ട് അദ്ദേഹം വാടക വീട്ടിലേക്ക് മാറുകയാണ് ചെയ്തത്. വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചു വന്ന സാജുവിന്റെയും ഭാര്യയുടെയും സ്വപ്നമായിരുന്നു അവരുടെ ആ ഭവനം. യാതൊരു മടിയുമില്ലാതെ സന്തോഷത്തോടെ അവർ ആ വീട് വിറ്റ് മറ്റൊരാളെ സഹായിച്ചു എന്നത് ഓർക്കുമ്പോൾ സാജുവിനോടും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയോടും എന്തെന്നില്ലാത്ത ആദരവും ബഹുമാനവും തോന്നുകയാണ്. പാഷാണം ഷാജി സിനിമയിലും സ്റ്റേജ് ഷോകളിലുമൊക്കെ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. ബിഗ് ബോസ് ഷോ പലർക്കും ഉയർച്ചയുടെ പടവുകൾ കയറാൻ സഹായിച്ചുവെങ്കിലും ഷാജിക്ക് ആ ഷോ സമ്മാനിച്ചത് കരിയർ തകർച്ചയായിരുന്നു. ഷാജിക്ക് ശരിക്കും അതൊരു നഷ്ടക്കച്ചവടമായിരുന്നു. ആ ഷോയിലും സഹമത്സരാർത്ഥികളെ സഹായിക്കാൻ പോയി ഇമേജ് നഷ്ടപ്പെടുത്തി അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മലയാള സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം കെട്ടിപ്പടുക്കുവാൻ പ്രാപ്തിയും കഴിവുമുള്ള നല്ലൊരു കലാകാരനാണ് സാജു നവോദയ. സഹജീവികളോട് സ്നേഹവും ദയയും ഒക്കെയുള്ള നല്ല മനസ്സിന്റെ ഉടമകളായ സാജു നവോദയയ്ക്കും ഭാര്യ രശ്മിക്കും നല്ലത് ഭവിക്കട്ടെ. അവർക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.